ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, ടൈം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം സമയം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അത് പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഇല്ല, എല്ലാവർക്കും 24 മണിക്കൂറാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ പറയും ഈ 24 മണിക്കൂർ എനിക്ക് ലൈഫിൽ പോരാ, കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും. എന്നാൽ ചില ആളുകളോ ഈ സമയത്തിനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ പറയും എന്തിനാണ് ടൈമിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ കഥ പറയാം. അതായത് അലക്സാണ്ടർ ബെൻ എന്ന് പറയുന്ന 2 ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊരു കാര്യം തീരുമാനിച്ച്, അവരുടെ ലൈഫിൽ അവരൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പൊ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് 1 വർഷം കൊണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്യാന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ അലക്സാണ്ടർ തന്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ പ്രവൃത്തികൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, അങ്ങനെ അദ്ദേഹം തന്റെ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ബെന്നാകട്ടെ തന്റെ മുന്നിൽ 1 വർഷമുണ്ടല്ലോ, ഞാനെന്തിനാ പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് കാര്യങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാള് കുറച്ച് സമയത്തെ ലാഘവത്തോടെ കണ്ട് അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നു. 1 വർഷം കറക്റ്റ് ആയ സമയത്ത് അലക്സാണ്ടർ തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ഒരുപാട് നിരൂപണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയും ചെയ്തു. ഇത് കണ്ട് ബെൻ നോക്കി നിൽക്കുമ്പോ ഇയാളുടെ സംഭവങ്ങളൊന്നും മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അയാൾക്ക് ചിന്ത വന്നത്, തന്റെ വിലപ്പെട്ട സമയം അവിടെ കഴിഞ്ഞു പോയിരിക്കുന്നു, ആ സമയം ഇനി ഒരിക്കലും കിട്ടുകയില്ല. അയാള് വളരെ ദുഃഖത്തോട് കൂടിയിട്ട് തന്റെ ദൗത്യം മുഴുവനാക്കാൻ കഴിയാതെ അയാൾ വിഷമിച്ചിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് സമയത്തിന് മൂല്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ കുടുംബ ബന്ധത്തിലായാലും നമ്മള് കുടുംബ ബന്ധം കൂട്ടിയിണക്കുന്നതിലായാലും നമ്മൾ സമയത്തിന് വളരെ അധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഫാമിലി ലൈഫ് എടുക്കുമ്പോൾ നമ്മള് പേരൻസ് മക്കളെടുത്ത് സംസാരിക്കാൻ, കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ സമയമില്ല. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നതാണ്, എന്തെങ്കിലും പറയുന്ന സമയത്ത് എനിക്ക് ടൈമില്ല, അല്ലെങ്കിൽ കുട്ടികള് പേരൻസിന്റെ അടുത്ത്, വീട്ടിലുള്ള മുതിർന്ന ആൾക്കാര് ഒക്കെ പറയും എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അസുഖമായി കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് നീ ഒന്ന് പോയി നോക്കിയിരുന്നോ, അവരുടെ അടുത്തൊന്ന് കുറച്ചു നേരം ഇരുന്നിരുന്നോ ചോദിക്കും. മനുഷ്യന്മാരെല്ലാരും പറയും എവിടെ എനിക്ക് സമയമില്ല, അതിനൊന്നും സമയമില്ല. അപ്പൊ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ആർക്കും സമയമില്ല. അപ്പൊ ഈ സമയത്തിനെ നമ്മൾക്ക് വീട്ടുകാര്യങ്ങൾക്കായിട്ടും ജോലി കാര്യങ്ങൾക്കായിട്ടും 2ആയിട്ട് വിഭാഗീകരിക്കാം. അതായത് വീട്ടുകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുക. എങ്ങനെയാണ് നമ്മുടെ വീട്ടുകാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് എങ്ങനെ ഒരു ഓർഡറിൽ എത്താമെന്ന് തീരുമാനിക്കുക. ഓഫീസ് കാര്യങ്ങളിലായാല് നമ്മൾ തലേന്ന് തന്നെ തീരുമാനിക്കുക എങ്ങനെ നമ്മൾ ഓഫീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഓർഡർ ആക്കി ക്രമീകരിക്കാന്ന് തീരുമാനിക്കുക. അപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതായത് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നോ പറയേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ, അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നമുക്ക് ഏൽപ്പിക്കപ്പെടാം. അത് ഫാമിലി ലൈഫിലായാലും ഓഫീസിന്റെ കാര്യത്തിലായാലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ അതെല്ലാം ഏറ്റെടുക്കും. അത് ഏറ്റെടുക്കുന്നതോടുകൂടി നമുക്ക് ഓൾറെഡി അത് ചെയ്യാൻ പറ്റൂല, എന്നാലോ ഏൽപ്പിച്ച ആൾക്ക് ഓൾറെഡി നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റില്ല. അപ്പൊ 2 കൂട്ടരുടെയും സമയമാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവനവന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവനവന് ഏറ്റെടുക്കുക. നമ്മൾ ഇല്ലെങ്കിലും ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വെറുതെ വിചാരിക്കുക നമ്മളില്ലെങ്കിൽ ലോകം ഉണ്ടാവൂല, മുന്നോട്ട് പോകില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അവനവന് ഏൽപ്പിക്കപ്പെട്ട ജോലികൾ അവനവന് ഏൽപ്പിച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സമയത്തിന് നമ്മളൊരു മുൻഗണന വെക്കുക. അതായത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികൾ ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികൾക്ക് മുൻഗണന വെക്കുക. നമ്മളിപ്പോ
KCBയിൽ അതായത് കറണ്ട് ബില്ല് അടയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല. കാരണം അതൊരു കറക്റ്റ് നിശ്ചിത സമയത്ത് കറണ്ട് ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഫീസ് ഊരിക്കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ആ സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട സമയത്ത് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുക. അതിന്റെ തൊട്ടു താഴെ ഉള്ള ജോലികൾ തൊട്ടു താഴെയായിട്ട് ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ ചില ആളുകളുണ്ട് വെറുതെ സമയം പാഴാക്കുന്നത്. അതായത് നമ്മുടെ വീട്ടമ്മമാർ ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരായാലും ഒക്കെ അവരുടെ ജോലികൾ ചെയ്യുന്നതിനിടയ്ക്ക് വീട്ടമ്മമാര് എന്തെങ്കിലും അടുക്കള ചെയ്യുന്നതിനിടയ്ക്ക് ഓടിപ്പോയിട്ട് TV ഓണാക്കും, അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ എന്താ സമയ നഷ്ടമാണ് ഉണ്ടാവുന്നത് അല്ലെ. നമ്മള് ഓഫീസ് കാര്യങ്ങളും ചെയ്യാൻ അല്ല വീട്ടു കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല, എന്നാലോ വെറുതെ അവരുടെ സമയം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സമയത്തിന് ഒരുപാട് മൂല്യങ്ങൾ, പ്രാധാന്യങ്ങൾ, സമയത്തെ അതിൻ്റെ യഥാവിധം വിനിയോഗിക്കുന്നതിലൂടെ നമുക്ക് സമയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സമയത്തെ നമ്മൾ യഥാവിധം ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പം എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, ഒന്ന് ഹഗ് ചെയ്യുക. ഓക്കെ സിറ്റ് ഡൗൺ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മളുടെ കയ്യിലാണുള്ളത്. അപ്പോ ഒരു സുന്ദരമായ ഒരു പൂവ് വിടരുന്ന പോലെയായിരിക്കണം ശരിക്കും നമ്മുടെ ജീവിതം. അതായത് കൊഴിഞ്ഞു പോവാനുള്ളതല്ല, നിത്യവും വിടരുന്ന ഒരു കുഞ്ഞു പുഷ്പം അതുപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതം. അതായത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ മറ്റ് ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം കൂടെ കലരുമ്പോഴാണ് ശരിക്കും ഒരു ജീവിതമായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നത്. ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സമയമില്ല എന്ന് പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും സമയമില്ല എന്ന് പറയില്ല. അവർ സമയത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ സമയത്തിനൊപ്പം ചെലവഴിക്കുക. നമ്മുടെ ജീവിതത്തിൽ സമയത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തുക. പിന്നെ നമ്മുടെ പണത്തിനേക്കാളും നമുക്ക് മൂല്യമുള്ളതാണ് നമ്മുടെ സമയം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇങ്ങനെ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ആ സമയത്തിനൊപ്പം ഇങ്ങനെ സുന്ദരമായ പൂവ് വിടരുന്ന പോലെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.